സോ രാവിലെ എണീറ്റ് പോയിട്ട് ഒരു വീക്കെൻഡ് കിട്ടുമ്പോഴത്തേക്ക് നന്നായിട്ട് കിടന്നുറങ്ങാൻ. എനിക്കൊരു വീക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം എന്ന് പറഞ്ഞാൽ സാറ്റർഡേ ആണ്. കാരണം ഫ്രൈഡേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സാറ്റർഡേ പോകണ്ട, സാറ്റർഡേയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സൺഡേയും പോകണ്ട. പിന്നെ സാറ്റർഡേ ആണ് ഏറ്റവും കാമായിട്ടുള്ള ദിവസം. ഇന്ന് അങ്ങനെ അധികം പ്ലാൻസ് ഒന്നുമില്ല. ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞിട്ടൊരു മൈൻഡ് സെറ്റാണ് ഇപ്പം എൻ്റേത്. ആകെ ഒരു സാറ്റർഡേ സൺഡേ ആണ് സമാധാനമായിട്ടും സ്വസ്ഥമായിട്ടും കിട്ടുന്നത്. ഈ ഇടയ്ക്കായിട്ടാണ് ഞാൻ എൻ്റെ വർക്ക് ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാൻ വിചാരിച്ചത് ഭയങ്കര അടിപൊളിയായിരിക്കും, ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരിക്കും എന്നാണ്. പക്ഷെ അങ്ങനെ ഒന്നും അല്ലടാ, ഭയങ്കര ഹെക്റ്റിക്കാണ്. ജോലിയല്ല, പക്ഷേ ഈ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്ന ആ ഒരു കമ്മ്യൂട്ടും ബസ്സിലെ തിരക്കും അതും ഇതും എല്ലാം കൂടി മനുഷ്യനെ സ്ട്രെസ്ഫുള്ളാക്കും. അങ്ങനെ ഈ മാസം അച്ഛൻ വരുന്നുണ്ട്. അപ്പം വർക്കിന് കയറിയിട്ട് ഇതുവരെ അച്ഛന് വേണ്ടിയിട്ടൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല. അങ്ങനെ അച്ഛന് വേണ്ടി എന്ത് വാങ്ങിക്കാം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിലാണ് ഞാനും അമ്മയും കൂടി. ഞാൻ ശരിക്കും ഈ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമായിരുന്നു. കൊച്ചിൽ തൊട്ടേ വീഡിയോ എടുക്കാനും സംസാരിക്കാനും ഒക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഒരു കോൺഫിഡൻസ് കുറവ്, ആൾക്കാരെന്ത് പറയും, അവരെന്ത് വിചാരിക്കും, എന്നെ കളിയാക്കത്തില്ലേ, അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു തോട്ട് കാരണമാണ് ഇതുവരെ ഒന്നും തുടങ്ങാതിരുന്നത്. പക്ഷെ എവിടെന്നോ എനിക്ക് എപ്പോഴോ കിട്ടിയത് ഒരു സ്പാർക്കായിരുന്നു. എന്നങ്ങ് തുടങ്ങിക്കളയാം, ഇനിയൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇതങ്ങ് തുടങ്ങിയത്. അപ്പം നിങ്ങൾക്ക് ഈ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടേ ഈ എന്തെങ്കിലും മധുരം കഴിക്കാൻ തോന്നാറുണ്ടോ? സ്വീറ്റ് ക്രേവിങ്സ് തോന്നാറുണ്ടോ? എനിക്ക് നല്ലോണം തോന്നാറുണ്ടടാ. ഈ ഓഫീസിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും എനിക്കങ്ങ് വല്ലാണ്ട് ക്രേവിങ്സ് അടിക്കും. ബേക്കറി എന്നൊക്കെയാണ് ഇപ്പം എൻ്റെ കൊളീഗ്സ് എന്നെ വിളിക്കുന്നത്. പക്ഷെ ഞാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന് കൺട്രോൾ ചെയ്ത് ഇന്ന് ഞാൻ ഒന്നും മധുരം കഴിച്ചില്ല ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട്. എല്ലാ ദിവസവും അങ്ങനെ കഴിക്കണമെന്നില്ല. ഞാൻ ചിലപ്പോൾ കൽക്കണ്ടോ ശർക്കരയോ ചിലപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് ആയാലും മതി, എനിക്കത് കിട്ടിയാലും മതി. എന്തെങ്കിലും ഒരു മധുരം കിട്ടണം എനിക്ക്. അങ്ങനെ ഈ ഒരു വൈകിട്ടാകുമ്പോഴത്തേക്കും ഒരു ടെൻഷൻ ആവാൻ തുടങ്ങും. അയ്യോ, ഇനി നാളെ തൊട്ട് പിന്നെ ഓഫീസിൽ പോകണമല്ലോ എന്നൊക്കെ. ആ ഒരു മൈൻഡ് സെറ്റാണ് ഇപ്പം വന്നിട്ട്. പിന്നെ ഇങ്ങനെ വീക്കെൻഡ് ആവാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. ഒന്ന് വീക്കെൻഡ് ആയിരുന്നെങ്കിൽ, പെട്ടെന്ന് വീക്കെൻഡ് ആയിരുന്നെങ്കിൽ എന്ന്. രാത്രിയാകുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത് ഓരോന്നൊക്കെ ചെയ്യാനൊക്കെ തോന്നും. പക്ഷെ ഒന്നും ചെയ്യാൻ തോന്നാറില്ല. ആ സമയമാകുമ്പോഴത്തേക്കും ഫോണും നോക്കി സമയം കളയും. പിന്നെ ഇതേപോലെ വീക്കെൻഡ് ആകുമ്പോൾ സ്റ്റാർ സിംഗർ ഉണ്ടോ, അതെന്തെങ്കിലും കണ്ടിങ്ങനെ ഇരിക്കും.